ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് DIYs ഒന്നുമല്ല. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരുതരം അത്തി മരത്തിലെ കായയാണ്, അത്തിക്കായാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് ഇത് വെറുതെ ഇങ്ങനെ പഴുത്ത് താഴെ വീണ് പോകുന്നല്ലാണ്ട് ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ലാതെ അവർ കളയുന്ന കണ്ടിട്ടുണ്ട്. ചിലർ ഉപയോഗശൂന്യമായ ഒരു മരമാണെന്ന് പറഞ്ഞിട്ട് ഈ മരം വെട്ടിക്കളയാറുണ്ട്. ചിലർ പറയുന്നു ഇത് വിഷക്കായാണ്, അതുകൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യാണ്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ മരം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കായ്ക്കളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് തോരൻ ഉണ്ടാക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഏത്തക്ക, പച്ച ഏത്തക്കൊക്കെ തോരൻ ഉണ്ടാക്കില്ലേ, ആ കഴിക്കണ പോലത്തെ ടേസ്റ്റാണ്. മാത്രമല്ല ഇത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നുകൂടിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുലപ്പാലിന് തുല്യമായ പോഷക ഘടകങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുലപ്പാൽ വർദ്ധിക്കുന്നതായിട്ടും കാണാം. അപ്പോൾ ധൈര്യമായിട്ട് അമ്മമാരൊക്കെ കഴിച്ചോളൂ കേട്ടോ. അതുകൂടാണ്ട് മൂലക്കുരുവിൻ്റെ അസുഖമുള്ളവർ, പൈൽസൊക്കെ ഇല്ലേ, അതിൻ്റെ അസുഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിലും ധാരാളം കഴിച്ചോളുക. അതുപോലെ തന്നെ ഇത് ഷുഗർ ലെവൽ കുറയാനായിട്ടും കൊളസ്ട്രോൾ കുറയാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെയാണ് കണ്ടുവരുന്നത്. അധികം അങ്ങോട്ട് പഴുത്ത് നല്ല ഒരു സ്വീറ്റ് ടേസ്റ്റ് ഒന്നും അല്ല. കാരണം ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അടർന്ന് താഴെ വീഴും. ഇത് നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് തോരൻ വയ്ക്കാം, കറികളിൽ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയുള്ള യൂസാണ്. ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് തോരനായിട്ടാണ്. അത് ഏത്തയ്ക്ക നമ്മൾ തോരൻ വയ്ക്കില്ല, ആ ഒരു സെയിം രീതിയിലാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെറുപയറിട്ടിട്ടും പരിപ്പൊക്കെ ഇട്ടിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിലൊക്കെ കഷ്ണത്തിന് പകരമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അത്തിക്കായുടെ ഒരു ഇനം തന്നെയാണ്, ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഏത് ആൾക്കാർക്കും ഇത്, ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഈസി ആയിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ ഈ കായ കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതിൽ കണ്ട ഒരു വെള്ള കളർ കറയുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പാല് പോലെ ഇതുപോലെ കറ വരും. നമ്മളിത് ഇതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, സാധാ വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കായ പറിച്ചിട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് കറയൊക്കെ ഇല്ലേ, അതങ്ങ് ഊർന്ന് പൊയ്ക്കോളും, വെള്ളത്തിൽ അലിഞ്ഞ് പൊയ്ക്കോളും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിലധികം ഇട്ട് വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇത് സാധാരണ നമ്മൾ തൊലിയില്ല, ഇതിന് ഇത്തിരി തൊലി അഥവാ സ്കിന്ന് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ആദ്യം റിമൂവ് ചെയ്ത് കളയുക. ഇതിന് കറി ഉണ്ടാക്കാനുള്ള എക്സ്പേർട്ട് മമ്മിയാണ്. അപ്പോൾ ഇത് മമ്മിയാണ് കേട്ടോ എന്നെ പഠിപ്പിച്ചു തന്നതും. ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വല്ല പിങ്ക് കളർ, നല്ല സ്വീറ്റാണ് കാണാൻ. ഇത് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുറിച്ചിട്ട് നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഇട്ട് വെക്കുക, അതിൻ്റെ കറയൊന്ന് കളയാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നടുവ് ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ തന്നെ നമ്മൾ വീണ്ടും ഇട്ട് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. നമ്മളുടെ ഓരോ ഐഡിയ അനുസരിച്ച് എന്താ പറയുക, മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിലരിയാം. നമ്മളിപ്പോൾ ഒരു തോരൻ, നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കി ഒരു തോരനല്ലേ വയ്ക്കണത്, അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതാക്കി ഇടുകയാണ് നല്ലത്. എനിക്ക് മെഴുക്കുപുരട്ടീനേക്കാളും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തോരൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി നോക്കുക, കറികളിൽ ചേർക്കാം. നമ്മളുടെ ഒരു ഉതകുന്ന നമ്മളുടെ ഒരു ഐഡിയ പോലൊക്കെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഉപ്പിൽ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ നുറുക്കിയെടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ഒരു ഗ്രീനിഷ് കളർ, അതുപോലെ തന്നെ ഒരു പിങ്ക് കളറും നമുക്കിതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിതിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരവിയിട്ട് നമുക്കിത് ഒതുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണം അരമുറി തേങ്ങ. കുറച്ച് തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് അരമുറി തേങ്ങ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു 5 or 6 ചെറിയുള്ളി, 3 or 4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച്, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം.
കൈ കൊണ്ട് ഒന്നെങ്കിൽ നന്നായിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞെരടി എടുത്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത്, ഒരു പാകത്തിന് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഒരുപാട് അരഞ്ഞ് ചമ്മന്തി പോലെ ഒന്നും ആയി പോകരുത് കേട്ടോ, അങ്ങനെ കിട്ടുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും, വെള്ളമൊക്കെ പറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണതാണ് ടേസ്റ്റ് കേട്ടോ. അതിലേക്ക് കടുക് തളിക്കുക. കടുക് നമ്മളിത് വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു പിടി കറി വേപ്പില കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒന്ന് താളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ഒതുക്കിയ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചത് ഒന്നും കൂടെ വെള്ളത്തിൽ കഴിയുന്ന ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അധികമായി പോകരുത്, കുറഞ്ഞാലും കൂടി പോകാണ്ടിരുന്നാൽ മതി. അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാനിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുക്കും കേട്ടോ. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ച് കൊടുത്താൽ മതി. ആവിയിൽ തന്നെ ഇരുന്നിട്ട് വേവണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കുക. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി കഴിക്കാമല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ അത്തിക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയണം കേട്ടോ. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹാപ്പി ബീറ്റ്സ് ടിവിന്ന് ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇത് കാണാൻ പറ്റും. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ല് കാണാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.